ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ്. സച്ചി അർച്ചനയെ വിളിച്ച് പറയുകയാണ്, ആ മിന്നൽ ബിജു ഒരു വാടക കൊലയാളിയാണ്. മിക്കവാറും ധനുഷോ ഏട്ടത്തിയോ തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. താൻ എന്താണെങ്കിലും അച്ഛനോടും അമ്മയോടും ആതിരയോടും ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട, അവര് ടെൻഷനാകും. താൻ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് വെക്ക്, ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ACP കാർത്തികിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ആ വിഷ്വൽസിൽ കാണുന്നത് മിന്നൽ ബിജു തന്നെയാണ്. പക്ഷേ അവൻ എപ്പോ എവിടെ കാണുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. എന്താണെങ്കിലും അവനെ പൊക്കാൻ ഞാൻ CI രാജമല്ലികയോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവർ നിൽക്കുന്ന ബീച്ചിലേക്ക് മിന്നൽ ബിജു വരികയാണ്. അതേസമയം കാർത്തിയുടെ ഫോണിലേക്ക് രാജമല്ലിക വിളിക്കുകയാണ്. സാർ, ആ മിന്നൽ ബിജുവിന്റെ കോള് ട്രേസ് ചെയ്തിട്ടുണ്ട്. അവനിപ്പോ ശംഖുമുഖം ബീച്ചിലുണ്ടെന്ന് രാജമല്ലിക പറയുന്നു. കോൾ കട്ട് ചെയ്തുടൻ കാർത്തി പറയുകയാണ്, അർച്ചനെ, ആ മിന്നൽ ബിജു ഈ ബീച്ചിൽ തന്നെയുണ്ടെന്നാ ഇപ്പോ വിവരം കിട്ടിയത്. രാജമല്ലികയും ടീമും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ ചുറ്റും നോക്കുമ്പോൾ മിന്നൽ ബിജു നടന്നു വരുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അർച്ചന അത് കാർത്തിക്ക് കാണിച്ചു കൊടുക്കുന്നു. തുടർന്ന് കാർത്തിയും അർച്ചനയും രാജമല്ലികയും ബിജുവിന്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലും ബിജു അവിടുന്ന് കടന്നു കളയുകയാണ്. രാജമല്ലികയ്ക്ക് അർച്ചനയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് മിന്നൽ ബിജു ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നതിന് ശേഷം അവന്തികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അർച്ചനയും ACP കാർത്തിക്കും എന്നെ കണ്ടെന്ന് ബിജു പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. നീ ഇപ്പോ ആരുടെ കണ്ണിലും പെടാതെ പെട്ടെന്ന് മാറി നിൽക്കാൻ നോക്ക്. ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്ത് അവന്തിക ഗാർഡനിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ധനുഷിനെയും സ്നേഹയുമാണ്. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. മിന്നൽ ബിജുവിന്റെ ഫോട്ടോ അനൂപിനെയും മീരയും കൊണ്ട് കാണിക്കുകയാണ് അർച്ചന. ഇവന് ആരോ അനൂപേട്ടനെതിരെ കൊട്ടേഷൻ കൊടുത്തതാ. മിക്കവാറും ധനുഷ് തന്നെ ആകാനാ സാധ്യതയെന്ന് അർച്ചന പറയുമ്പോൾ, ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം മുടക്കാനായി നമ്മൾ കൂട്ടുനിന്നതിന് അവന്തിക ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നെന്ന് മീരയും പറയുന്നു. നീ എന്നെ വിലക്കിയതുകൊണ്ട് മാത്രമാ ആ CI രാജമല്ലികയോട് അവന്തികയുടെ പേര് ഞാൻ പറയാതിരുന്നത്. അതേട്ടത്തി, നമുക്ക് അവർക്കെതിരെ തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്. അർച്ചനെ, നീ വേണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാനെന്ന് അനൂപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷും അവന്തികയും പുറത്തു വെച്ച് കാണുന്നതാണ്. തലനാരിഴയ്ക്കാ നമ്മൾ രക്ഷപ്പെട്ടത്. ആ മിന്നൽ ബിജു എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അതോടെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായേനെ. ഞാനിവിടെ നിന്റെ കാര്യത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാ നീ അവിടെ കൊഞ്ചിച്ചും ലാളിച്ചും ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാനിറങ്ങുമ്പോൾ അവനെന്തേ ഒരു മാസ്ക് പോലും വെക്കാതിരുന്നത്? എല്ലാത്തിലും സഹിക്കാൻ പറ്റാത്തത് അർച്ചനയുടെ ഈ CID പണിയാണ്. ഇനി നീ അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അജയന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് അജയന്റെ വീട്ടുകാര് DGPക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജായിട്ടാണോ നീ അവിടെ നെല്ലിശ്ശേരിയില് സ്നേഹയുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരുന്നത്? തൽക്കാലം ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടുന്നതുവരെ ഈ കേസിന്റെ വാല് പിടിച്ച് എൻ്റെ അടുത്തേക്ക് ഒന്നും വരാനേ പാടില്ല. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നന്ദനും സേതുവും സ്നേഹയും ചേർന്ന് എന്നെ രക്ഷിച്ചോളും. അർച്ചനയെ മാനസികമായി തളർത്തിയാൽ മാത്രമേ ഇനി ഈ വിവാഹം നടക്കൂ എന്ന് അവന്തിക പറയുന്നു. നിങ്ങളുടെ വിവാഹത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തന്നെ അത് നടന്നിരിക്കും. സച്ചിയും അർച്ചനയും ഈ നാട്ടിൽ പോലും ഉണ്ടാകില്ല. അതിനുള്ളതെല്ലാം ഈ അവന്തിക ചെയ്യുന്നുണ്ടെന്ന് അവന്തിക പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിരയെ ഡോക്ടർ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. സർജറിയുടെ ഡേറ്റ് 6-ാം തീയതിയിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അതൊന്നും പറ്റില്ലെന്നും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്താണ് ഞങ്ങൾ ഡേറ്റ് പറഞ്ഞതെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ഡോക്ടർ അവിടുന്ന് പോയതിനു ശേഷം സന്ദീപ് പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വിവാഹത്തിന് എന്താണെങ്കിലും വരില്ല. വേണമെങ്കിൽ അച്ഛനും അമ്മയും മീരടത്തിയും എല്ലാവരും വിവാഹത്തിന് പൊക്കോ, അനൂപേട്ടനെയും ആതിരയെയും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് അവിടുന്ന് പോകുമ്പോൾ മാഷ് പറയുകയാണ്, അച്ചു, ഇനി നീ എന്താണെങ്കിലും സന്ദീപിനെ നിർബന്ധിക്കാൻ നിൽക്കണ്ട. അച്ഛനും അമ്മയും വേണമെങ്കിൽ പൊക്കോ, ആരും പോയില്ലെങ്കിൽ അവരെന്ത് കരുതുമെന്ന് ആതിര പറയുമ്പോൾ, എന്റെ മക്കൾക്കും മരുമകൾക്കും ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ ഞങ്ങൾ എന്താണെങ്കിലും പങ്കെടുക്കില്ലെന്ന് മാഷു പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.